ഇപ്പം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ആയാലും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഈവൻ പാർട്ടി നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ മലബാറിൽ നിന്നുള്ള നേതാക്കളുണ്ട്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയമല്ല ഇന്നുള്ളൊരു രാഷ്ട്രീയം. പക്ഷേ ഈ രാഷ്ട്രീയ മാറ്റം ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നം ഇപ്പോഴും ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ നേരിട്ട് കാണുന്നതിനപ്പുറം മറ്റു പല കാരണങ്ങളും ഉണ്ട് എന്ന് തോന്നലുണ്ടോ? നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ബാക്കിയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ പോയി നമ്മൾ ജനപ്രതിനിധികളെ കാണുന്നു, മന്ത്രിമാരുടെ മന്ദിരങ്ങൾ, സെക്രട്ടേറിയറ്റിനകത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മീറ്റ് ചെയ്യുമ്പം നമുക്കിന്ന് മനസ്സിലായത് ജനപ്രതിനിധികൾ പോലും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അവെയറല്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മണ്ഡലാടിസ്ഥാനത്തിലൊരു കണക്കിറക്കിയിരുന്നു. അതായത് സർക്കാർ റിസോഴ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ഡാറ്റ കിട്ടുക. ഒരു മണ്ഡലത്തിൽ എത്ര സ്കൂളുണ്ടെന്ന് കിട്ടും, അവിടുന്ന് SSLC പാസ്സാവുന്ന കുട്ടികൾ, അവിടെയുള്ള +1 സീറ്റുകൾ. ഇത് മൈനസ് ചെയ്താൽ തന്നെ വളരെ ക്ലിയറാണ്. ആ അർത്ഥത്തിൽ തന്നെ സർക്കാർ എപ്പോഴും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള കണക്കാണ് പറയുന്നത്. ഇപ്പോഴും പറഞ്ഞത് എന്താണ്? താലൂക്ക് അടിസ്ഥാനത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കുമെന്നാണ്. മണ്ഡലാടിസ്ഥാനത്തിലാകുമ്പോൾ അത് പോപ്പുലേഷൻ്റെ ബേസിസിൽ കൂടിയാണല്ലോ. അങ്ങനെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ അത് സയൻറ്റിഫിക് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുകയും അത് ഇവരുടെ അടുത്ത് പോയി പറയുന്ന സമയത്ത് MLA-മാരെയൊക്കെ കണ്ട് അവരെ ധരിപ്പിക്കുമ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് ബോധേഡാവുന്നത്. അപ്പോൾ ഇവർ പോലും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ജനപ്രതിനിധികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇതിനെക്കുറിച്ച് പിന്നെ അറിയുന്നത്? ആർക്കാണ്? ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനെക്കുറിച്ച് അറിയാം. അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഇപ്പം നേരത്തെ പറഞ്ഞു PJ ജോസഫിൻ്റെ കാലത്ത് അനുവദിച്ച സ്ഥലങ്ങളിൽ, അപ്പോൾ അവിടെ ഇപ്പം ഇനി സർക്കാരിൽ ആവട്ടെ എയ്ഡഡ് മേഖലയിലാവട്ടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ ബാച്ചുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം നമുക്കറിയാം ഇപ്പം സ്മൂത്തായി റൺ ചെയ്യുന്ന വളരെ കംഫർട്ട് സോണിലിരിക്കുന്ന പലരുടെയും കസേരകൾ ഇളകും. ഇതിനെയാണോ ഭയക്കുന്നത്? ഇതാണോ തടസ്സം? ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടികളുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതിനേക്കാൾ വലുത് ഇതാണോ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ വലിയ ചോദ്യമാണ്. മറ്റെന്താണ് തടസ്സമെന്ന് നമ്മുടെ സ്വാഭാവികമായിട്ടും സീറ്റ് കിട്ടാതെ പുറത്ത് നിൽക്കുന്ന ഈ ചോദ്യം ചോദിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യരോട് മറുപടി പറയാൻ സർക്കാരും വകുപ്പും ബാധ്യസ്ഥരാണ്.